ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ 39-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞ് അറിയുന്നത് ആര്? ഉത്തരം: അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യം ഉള്ളവൻ. 2. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്തിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്? ഉത്തരം: പ്രവചനങ്ങളിൽ. 3. എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് ആര്? ഉത്തരം: അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യം ഉള്ളവൻ. 4. വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യുന്നത് ആര്? ഉത്തരം: അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യം ഉള്ളവൻ. 5. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ആരുടെ വാക്ക് വിലമതിക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: വിശ്രുതരുടെ. 6. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ സൂക്ഷ്മമായി അപഗ്രഥിക്കുന്നത് എന്ത്? ഉത്തരം: ഉപമകളുടെ പൊരുൾ. 7. ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുന്നവൻ എന്ത് സ്വായത്തമാക്കുന്നു? ഉത്തരം: ഉപമകളുടെ നിഗൂഢതകളെ. 8. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ആരെ സേവിക്കും എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: മഹാന്മാരെ. 9. മനുഷ്യരുടെ നന്മ തിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു. ആര്? ഉത്തരം: അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യം ഉള്ളവൻ. 10. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നത് എന്തിന്? ഉത്തരം: സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ. 11. അത്യുന്നതൻ്റെ മുൻപിൽ അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ അർപ്പിക്കുന്നത് എന്ത്? ഉത്തരം: പ്രാർത്ഥനകൾ. 12. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്ത് വിവേചിച്ചറിയുന്നു? ഉത്തരം: മനുഷ്യരുടെ നന്മ തിന്മകൾ. 13. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവനിൽ എന്തു നിറയും? ഉത്തരം: ജ്ഞാനത്തിൻ്റെ ചൈതന്യം. 14. എപ്രകാരമാണ് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ കർത്താവിന് നന്ദി പറയുക? ഉത്തരം: വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം. 15. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ്റെ ചിന്തയും അറിവും എങ്ങോട്ടാണ് തിരിയുക? ഉത്തരം: നേരായ മാർഗത്തിലേക്ക്. 16. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കാൻ താൽപ്പര്യമുള്ളവനിൽ ജ്ഞാനത്തിൻ്റെ ചൈതന്യം നിറയുന്നത് എപ്പോഴാണ്? ഉത്തരം: സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ. 17. ദീർഘനാൾ ജീവിച്ചിരുന്നാൽ അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ അവശേഷിപ്പിക്കുന്നത് എന്ത്? ഉത്തരം: ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം. 18. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ഏതു നിബന്ധനകളിലാണ് അഭിമാനം കൊള്ളുന്നത്? ഉത്തരം: കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ. 19. അവൻ്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല. ആരുടെ? ഉത്തരം: അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ്റെ. 20. പൂരിപ്പിക്കുക. ജനതകൾ അവൻ്റെ ഡാഷ് പ്രഘോഷിക്കും, സമൂഹം അവൻ്റെ ഡാഷ് ഉദ്ഘോഷിക്കും. ഉത്തരം: വിജ്ഞാനം, സ്തുതി. 21. ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവൻ അവശേഷിപ്പിക്കും. ആര്? ഉത്തരം: അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ. 22. എന്തിനെപ്പോലെ ഞാൻ പൂരിതനാണെന്നാണ് 39:12 പറയുന്നത്? ഉത്തരം: പൂർണ്ണ ചന്ദ്രനെ പോലെ. 23. എൻ്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ മൊട്ടിടുവിൻ എന്ന് ആരോടാണ് പറയുന്നത്? ഉത്തരം: വിശ്വസ്തന്മാരായ പുത്രന്മാരോട്.
24 സുഗന്ധം പരത്തുന്നതിനോടൊപ്പം എന്തു ചെയ്യുവിൻ എന്നാണ് പ്രഭാഷകൻ 39:14 പറയുന്നത്. ഉത്തരം സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവിൻ. 25 സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ എന്തു ചെയ്യുവിൻ എന്നാണ് പറയുന്നത്. ഉത്തരം അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുവിൻ. 26 എന്ത് നിമിത്തമാണ് കർത്താവിനെ വാഴ്ത്തേണ്ടത്? ഉത്തരം കർത്താവിൻ്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം. 27 പ്രഭാഷകൻ 39:17 അനുസരിച്ച് ജലം കുന്നുകൂടിയത് എപ്പോൾ? ഉത്തരം അവിടുന്ന് അരുളി ചെയ്തപ്പോൾ. 28 പ്രഭാഷകൻ 39:17 അനുസരിച്ച് അവിടുന്ന് കൽപ്പിച്ചപ്പോൾ എന്തുണ്ടായി? ഉത്തരം ജലാശയങ്ങൾ. 29 ആർക്കും പരിമിതമാക്കുക സാധ്യമല്ലാത്തത് എന്ത്? ഉത്തരം അവിടുത്തെ രക്ഷാകര ശക്തിയെ. 30 ഒന്നും മറഞ്ഞിരിക്കുന്നില്ല ആരിൽ നിന്ന്? ഉത്തരം അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന്. 31 മനുഷ്യൻ്റെ പ്രവൃത്തികളെ അവിടുന്ന് എന്നു മുതൽ എന്നുവരെ കണ്ടുകൊണ്ടിരിക്കുന്നു? ഉത്തരം അനാദി മുതൽ അനന്തത വരെ. 32 ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടി? ഉത്തരം നിശ്ചിതോപയോഗത്തിനു വേണ്ടി. 33 ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. പ്രഭാഷകൻ 39-ാം അധ്യായത്തിൽ ഈ വചനം എത്ര തവണ കാണാം? ഉത്തരം 2 തവണ. 34 നദി എന്ന പോലെ വരണ്ട ഭൂമി ആവരണം ചെയ്യുന്നതെന്ത്? ഉത്തരം അവിടുത്തെ അനുഗ്രഹം. 35 അവിടുത്തെ അനുഗ്രഹം ഭൂമിയെ കുതിർക്കുന്നത് എങ്ങനെ? ഉത്തരം വെള്ളപ്പൊക്കം പോലെ. 36 ജനതകൾ അവിടുത്തെ കോപത്തിന് ഇരയാകുന്നത് എന്തുപോലെ? ഉത്തരം അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നതുപോലെ. 37 അവിടുത്തെ മാർഗം ഋജുവാണ് ആർക്ക്? ഉത്തരം വിശുദ്ധർക്ക്. 38 അവിടുത്തെ മാർഗം പ്രതിബന്ധങ്ങൾ നിറഞ്ഞതാർക്ക്? ഉത്തരം ദുഷ്ടർക്ക്. 39 ദുഷ്ടർക്കു വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടത് എന്ത്? ഉത്തരം തിന്മ. 40 ആദ്യം മുതൽ തന്നെ നന്മ ആർക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു? ഉത്തരം ശിഷ്ടർക്കു വേണ്ടി. 41 പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ ആഞ്ഞടിക്കുന്നത് എങ്ങനെ? ഉത്തരം കോപാവേശത്താൽ. 42 ദൈവഭക്തർക്ക് നന്മയായി പരിഗണിക്കുന്നവ ദുഷ്ടർക്ക് എങ്ങനെയാണ് പരിണമിക്കുന്നത്? ഉത്തരം തിന്മയായി. 43 പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവ എന്തെല്ലാം? ഉത്തരം അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും. 44 ആദ്യം മുതൽ തന്നെ ഇത് ബോധ്യപ്പെട്ടതുകൊണ്ട് താൻ എന്തു ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം അതേപ്പറ്റി ചിന്തിച്ച് രേഖപ്പെടുത്തി. 45 ആരുടെ പ്രവൃത്തികളാണ് ഉത്തമം? ഉത്തരം കർത്താവിൻ്റെ. 46 യഥാസമയം അവിടുന്ന് എന്ത് നിറവേറ്റുന്നു? ഉത്തരം ആവശ്യങ്ങൾ. 47 പൂരിപ്പിക്കുക. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം ഡാഷ് തെളിയും. ഉത്തരം നന്മയായി. 48 എങ്ങനെയാണ് കർത്താവിൻ്റെ നാമം വാഴ്ത്തേണ്ടത്? ഉത്തരം പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതമാലപിച്ച്. 49 പ്രഭാഷകൻ 39:19 സമാനമായ വിശുദ്ധ ഗ്രന്ഥഭാഗം ഏത്? ഉത്തരം ജ്ഞാനം 1-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 50 പ്രഭാഷകൻ 39:16 സാമ്യമുള്ള വചനഭാഗം ഏത്? ഉൽപ്പത്തി 1:39.